അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ആശാവർക്കർമാരുടെ വിഷയം വീണ്ടും ഉന്നയിക്കുമെന്ന് MP ഫ്രാൻസിസ് ജോർജ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് MA ബിന്ദു നയിക്കുന്ന ആശാ സമരയാത്രയ്ക്ക് പിറവത്ത് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു നയിക്കുന്ന സമരയാത്രയ്ക്കാണ് പിറവത്ത് സ്വീകരണം നൽകിയത്. കൂടാതെ കഴിഞ്ഞ 108 ദിവസമായി കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഒരുപക്ഷെ സമീപകാല തൊഴിലാളി സമരങ്ങളിൽ ഇത്രയേറെ പൊതുജനങ്ങൾ, സാധാരണ ജനങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു സമരം ഉണ്ടായില്ല. കാരണം അത് നമ്മൾ ഉയർത്തിയ സമരം അത്രത്തോളം ന്യായമാണ്, നീതിയുക്തമാണ്. നമ്മൾ ഉയർത്തിയ ഡിമാൻഡ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നടത്തുന്ന സമര രീതിയും ജനങ്ങൾക്ക് ഏവർക്കും സ്വീകാര്യമായ രീതിയിൽ 108 ദിവസമായിട്ടും ഈ അതിശക്തമായ മഴയെയും പൊടിവെയിലിനെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ സമാധാനപരമായി ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നതിന് അടിയുറച്ചു നിൽക്കുമെന്നുള്ള തീരുമാനത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. MP ഫ്രാൻസിസ് ജോർജ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ സംസ്ഥാനത്ത് ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ആശാ സഹോദരിമാർ അവരുടെ വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചിട്ട് 108ാമത്തെ ദിവസമാണ് എന്നറിയാൻ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ നാളുകളിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആണെന്നാണ് പറയുന്നത്. ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമീപനം, ഒരു സമരമുണ്ടായി. ഈ നാട്ടിൽ ജനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ, ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു സമരം അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരംഭിച്ചാൽ രാജു പാണാലിക്കൽ അധ്യക്ഷനായി. ഏതാണ്ട് 108 ദിവസമായി ആശാമാർ ഇന്ന് ഈ കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ചുകൊണ്ട് അവരുടെ ഓർഡിനറി വർദ്ധിപ്പിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് സമര ജാഥ നടത്തുകയാണ്. ഭരിക്കുന്ന ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് സ്ത്രീകളോട് അല്ലെങ്കിൽ വനിതകൾ നടത്തുന്ന ഈ സമരത്തെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ആശാവർക്കർമാരുടെ വിഷയം വീണ്ടും ഉന്നയിക്കുമെന്ന് MP പറഞ്ഞു. മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് തോമസ് മല്ലിപ്പുറം, രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് PV സ്റ്റീഫൻ, MP ബാബുരാജ്, ബിനു കുര്യാക്കോസ്, CK നാഥൻ, ജേക്കബ് തുമ്പയിൽ, KR പ്രദീപ് കുമാർ, CK ശിവദാസൻ, സിജി സുകുമാരൻ, KN രാജി, KK ഭരതൻ എന്നിവർ സംസാരിച്ചു. എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്കറിയാം, അന്നത്തെ കാലഘട്ടത്തിൽ കേവലം 7000 രൂപ മാസം പ്രതിഫലം കിട്ടിയാൽ അതുകൊണ്ട് ഒരു കുടുംബം പോറ്റുവാനോ അല്ലെങ്കിൽ പട്ടിണി പോലും കിടന്നൊരു കുടുംബം പോറ്റുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവര് ആ വേതന വർധനവിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ഇന്ന് ഭരിക്കുന്ന, കേരളം ഭരിക്കുന്ന പട്ടിണി പാവങ്ങളുടെ സർക്കാരാണെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രീ പിണറായി വിജയന്റെ സർക്കാർ, സാക്ഷാൽ പിണറായി വിജയൻ തന്നെ പറയുന്നു ഇത് ഒരു അനാവശ്യ സമരമാണ്. എവിടെയാണ് ഇതിൽ അനാവശ്യം? 7000 രൂപ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഒരു അനാവശ്യ സമരമാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇനി ഈ സമരക്കാരുമായി ചർച്ചയില്ല. ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി 10 മുതലാണ് അസോസിയേഷൻ സമരം ആരംഭിച്ചത്. ജൂൺ 17-ന് തിരുവനന്തപുരത്ത് സമരയാത്ര സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്